സ്റ്റീഫൻ മിഥുൻ ബാലാജി സംവിധാനം ചെയ്ത് ഗോമതി ശങ്കർ നായകനായിട്ട് വന്ന ഒരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച്. ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് സ്റ്റീഫൻ പറയുന്നത്. സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിന്റെ മനസ്സ് കീറി മുറിച്ച് നോക്കുന്നതാണ് ഈ പടം എന്ന് പറയാം. ഒരു സൈക്കോപാത്തിന്റെ മനസ്സിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ക്യാരക്ടർ സ്റ്റഡി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. പക്ഷെ കുറച്ച് പോരായ്മകളും പടത്തിനുണ്ട്. സാധാരണ ഈ സീരിയൽ കില്ലർ സിനിമകളിൽ നിന്നും ഒന്ന് വേറിട്ട് നടക്കാനുള്ള ഒരു ശ്രമം സ്റ്റീഫൻ നടത്തിയിട്ടുമുണ്ട്. കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് ആണ് പടം എന്ന് പറയാം. ആര് കൊന്നു എന്നതിന് പകരം എന്തിനു കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സിനിമ. സോ കഥ പറച്ചിൽ സ്റ്റൈലിൽ കുറച്ച് ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് പടത്തിന്റെ ഒരു പോസിറ്റീവ്. പടം നല്ല എൻഗേജിംഗ് ആണ്. ബോറൊന്നും നിങ്ങൾക്ക് അടിക്കില്ല. ഫസ്റ്റ് ഹാഫ് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല, ഓക്കെ ആയിട്ടാണ് പോയത്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ഈ ബാക്ക് സ്റ്റോറി ഒക്കെ പറയുമ്പോഴുള്ള ക്ലീഷകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിലെ അച്ഛൻ അമ്മ പോർഷൻസ് വളരെ നല്ല രീതിയിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്ലൈമാക്സും കുറച്ച് പുതുമ നിറഞ്ഞ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് രസമുണ്ടായിരുന്നു. പക്ഷെ ഈ സീക്വൽ പരിപാടി എനിക്ക് അത്രയ്ക്ക് സുഖകരമായിട്ട് തോന്നിയില്ല. പെർഫോമൻസിൽ സ്റ്റീഫനായിട്ട് വന്ന ഗോമതി ശങ്കറിന്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ആ ഒരു ക്യാരക്ടറിന്റെ ചുമലിലാണ് ഈ പടം മുഴുവൻ എന്ന് പറയാം. സോ നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടർ ഗോമതി ശങ്കർ ചെയ്തിട്ടുണ്ട്. നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അങ്ങനെ താരതമ്യേന ഒരു പുതുമുഖമാണ് എന്നൊന്നും തോന്നുന്നില്ലാത്ത രീതിയിലുള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. നായകന്റെ അമ്മയായിട്ട് വന്ന വിജയശ്രീയുടെയും അച്ഛനായിട്ട് വന്ന കുബേരന്റെ പെർഫോമൻസും നല്ലതാണ്. പോലീസുകാരനായിട്ട് വന്ന മൈക്കൽ തങ്കദുരൈ, ഡോക്ടർ സീമയായിട്ട് വന്ന സ്മൃതി വെങ്കട്ട്, കൃതികയായിട്ട് വന്ന ശ്രീഷ തുടങ്ങിയവരെല്ലാം ഓക്കെ പെർഫോമൻസ് എന്നേ തോന്നിയുള്ളൂ. ചില താരങ്ങളുടെയൊക്കെ ചില സീനുകളിലെ പെർഫോമൻസ് അത്ര പോരാ എന്നും തോന്നി. ടെക്നിക്കൽ സൈഡിൽ പടം അത്ര മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു നെറ്റ്ഫ്ലിക്സ് സിനിമയാണെങ്കിൽ പോലും അതിന്റെ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ ഒറിജിനൽ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞു വരുന്ന പടങ്ങൾക്ക് ഒരു ഡീസന്റ് ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ തോന്നുന്നതാണ്. ഇതിൽ അത്രയ്ക്കും എനിക്ക് ഫീൽ ചെയ്തില്ല. ഗോകുൽ കൃഷ്ണയാണ് ഇതിന്റെ ക്യാമറ. മിഥുനും കാർത്തിക്കും ചേർന്നാണ് പടത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. രാഘവ് രായനാണ് മ്യൂസിക്. ഒരു പാട്ടുണ്ടായിരുന്നത് അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സംവിധായകൻ മിഥുൻ ബാലാജിക്കൊപ്പം നായകനായിട്ടുള്ള ഗോമതി ശങ്കറും ചേർന്നാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ്സ് സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൺവിൻസിംഗ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞാല് കുട്ടി സ്പോയിലർ ആകും. എങ്കിലും ഇതിൽ മേരി എന്നൊരു ക്യാരക്ടറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനം മാറിയതൊന്നും അത്രയ്ക്ക് എനിക്ക് കൺവിൻസിംഗ് ആയില്ല. പക്ഷെ അന്വേഷിക്കുന്നവർക്ക് അത് കൺവിൻസിംഗ് ആയി എന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഒരു 1072 കുട്ടികളെ ഒരു പള്ളിയിൽ വിളിച്ചു വരുത്തിയ കാരണമൊക്കെ കേട്ടപ്പോ പിന്നെ ഇങ്ങനെ പറഞ്ഞ ഉടനെ ഇവരങ്ങ് ഓടി വരുമല്ലേ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പടത്തിലെ ലവ് പോർഷൻസും അല്പം വലിപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷനും പടത്തിന് കുറവാണ് എന്ന് പറയാം. ആകമൊത്തം ടോട്ടലിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുക്കിയ ഒരു ഡീസന്റ് വൺ ടൈം വാച്ച് പടമായിട്ടാണ് സ്റ്റീഫൻ എന്ന സിനിമ തോന്നിയത്. പടം കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടമൊന്നും ആവുകയില്ല. പക്ഷെ ഒരു ആവറേജ് എന്നാണ് ഫീൽ ചെയ്തത്. ഒരു സീക്വൽ പടത്തിന് വരുന്നുണ്ട് എന്ന രീതിയിലാണ് പടം കൊണ്ട് നിർത്തിയത്. പക്ഷെ എനിക്കത് അത്രയ്ക്ക് വലിയ വർക്കായിട്ടൊന്നും ഇല്ല. എങ്കിൽ പോലും ചിലപ്പോൾ ഇതിന്റെ അടുത്ത പാർട്ട് വരുമ്പോൾ ബെറ്റർ ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ കഴിയും. 2 മണിക്കൂർ 1 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. തമിഴിനൊപ്പം മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. ഞാൻ തമിഴ് തന്നെയാണ് കണ്ടത്. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും പറയുന്ന ഒരു വിഷയം കൊണ്ടും പടം 18+ ആണ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.